എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളോട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ ഇന്ന് ഞങ്ങളുടെ കിഴക്കുംപാട്ടുകര ദേശത്തിന്റെ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ. അപ്പോ ഇവിടെ അയ്യപ്പൻ വിളക്ക് വരുമ്പോണ്ടല്ലോ നമ്മുടെ സെന്ററിൽ, അതായത് നമ്മുടെ ഈ മൂലയ്ക്ക് എന്നൊക്കെ പറയില്ലേ, സെന്ററിൽ കോർണറിൽ നമ്മളിങ്ങനെ പറ വെക്കും. ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സും പല പല സാധനങ്ങളായിട്ട് പറ വെക്കും കേട്ടോ. അപ്പൊ ഇവിടെ എൻ്റെ ചേട്ടന്റെ ക്ലബ്ബുകാര് കുറെ പച്ചക്കറികള് കാലത്തെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഓരോ പറയ്ക്കകത്തും ഓരോ വെജിറ്റബിൾസ് ആണ് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ ഇരിക്കുന്നത്. ഇപ്പൊ വെജിറ്റബിൾസ് എന്തൊക്കെയാന്ന് നോക്കാട്ടോ. തക്കാളി ഉണ്ട്. അപ്പൊ അതേ നല്ല നാടൻ തക്കാളി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ചുരക്ക, പടവലങ്ങ, കുമ്പളങ്ങ, നീളത്തിലുള്ള കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ ഉണ്ട്. പിന്നെ ദേ വെണ്ടക്കായ, പിന്നെ ബീട്രൂട്ട്, പിന്നെ ചീര, വഴുതനങ്ങ. ഞങ്ങൾ അകത്തേക്ക് പോന്നു. അവിടെ അച്ഛനെ കാണാനായിട്ട് ആളെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോകുന്നു. നമുക്ക് വീട്ടില് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ആരെന്ന് പറയാം. ഇത് എന്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. എന്റെ അമ്മമ്മയാണ്. അമ്മമ്മയുടെ പേര് പറഞ്ഞോട്ടെ. ഉറക്കെ പറയും. അതില് കേക്കണം, ഫോണില് കേക്കണം. പത്മാവതി. പത്മാവതി എന്നാണ് അമ്മമ്മയുടെ പേര് കേട്ടാ. ചിരി വരുന്നുണ്ടാ? അമ്മമ്മയുടെ വീട് എവിടെയാ പറഞ്ഞു കൊടുത്തേ? ചെറൂര വീട് അയ്യന്തോട് കല്യാണം കഴിച്ചോണ്ട് വന്നതാ. അമ്മമ്മയുടെ ശരിക്കുള്ള വീട് ചെറൂര. അത് ഓർമ്മയുണ്ട് അല്ലേ? എത്ര മക്കളാ അമ്മമ്മക്ക് പറഞ്ഞോട്ടെ? എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞോട്ടെ. എത്ര ആളുണ്ട്? എത്ര മക്കളുണ്ട് അമ്മമ്മക്ക്? അമ്മമ്മ പറയും എത്ര മക്കളുണ്ടെന്ന്. അമ്മമ്മ പറയും. എനിക്കെന്നെ അറിയില്ല. അമ്മമ്മക്ക് എത്ര മക്കളുണ്ടെന്ന്. രാജു, മുരളി, അങ്ങനെ എത്ര ആളുണ്ട്? പറഞ്ഞു എത്ര ആളുണ്ട് അമ്മമ്മക്ക് മക്കളുണ്ട്? രാജു, മുരളി, ശശി, ഷീബ. 4 മക്കള് കേട്ടോ അമ്മമ്മക്ക്. രാജു, മുരളി, ശശി, ഷീബ, 4 ആള്. എൻ്റെ അമ്മ ഒരു മോളാണ് കേട്ടോ. ബാക്കി 3 ആങ്ങളമാരാണ്. അപ്പൊ ഉണ്ട് 4 മക്കളുണ്ട്. പറഞ്ഞു, അതിനൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ അമ്മമ്മ ഇവിടെ ഇടയ്ക്ക് നിൽക്കാനായിട്ട് വരും കേട്ടാ. അപ്പൊ എൻ്റെ അച്ഛമ്മയ്ക്കൊരു വീട്, അമ്മമ്മയ്ക്കൊരു നേരം പോക്ക്. അപ്പൊ അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിൽക്കാൻ വരും. അങ്ങനെ വന്നത്. അപ്പൊ ഞാനും വന്ന സമയം കറക്റ്റായിട്ട് കാണാനും കുറച്ച് ദിവസം കൂടെ നിൽക്കാനൊക്കെ പറ്റി. ജാനിക്കുട്ടി എന്തെങ്കിലും പറയും. ഇനി ഇതുപോലെ ഇവിടെ അച്ഛമ്മയുണ്ട്. അച്ഛമ്മേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനിടയ്ക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഇതൊരു അയ്യപ്പൻ വിളക്കിൻ്റെ ലക്ഷാർച്ചനയുടെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് മാറിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷാർച്ചനയും അയ്യപ്പൻ വിളക്കൊക്കെ നടക്കുന്ന ഞങ്ങളുടെ പനക്കംപുള്ളി ക്ഷേത്രം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. ചെറുപ്പത്തിലെന്നല്ല, എൻ്റെ കല്യാണം കഴിയുന്ന വരയ്ക്കും ഞാനിവിടെ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന സമയം കറക്റ്റ് ഇതേ അവർ അയ്യപ്പൻ വിളക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു ഭഗവാന്റെ ഫോട്ടോ ഒക്കെ പിടിച്ച്, അതൊക്കെ നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ദിൽഷേച്ചിയും കണ്ണനും ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ അവർ പോയി. ഞാനൊന്ന് തൊഴുത് വരാമെന്ന് വെച്ചിട്ട് ഇതേ അമ്പലത്തിന് ചുറ്റും നടക്കണം. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോസ് അലൗഡ് അല്ലാതെ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അയ്യപ്പ മാത്രമല്ല, ദേവിയും ശിവനും അതുപോലെ ഗണപതിയും ഒക്കെ പ്രതിഷ്ഠയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയെല്ലാം തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ അയ്യപ്പൻ വിളക്ക് നടക്കുന്നത്. എഴുന്നള്ളിച്ചൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുക. ഇതിപ്പോൾ ദേശവിളക്കായ കാരണം കൊണ്ട് ഇതുപോലെ 5 ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. വാവരുടേത് പള്ളിയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പന് മണിമണ്ഡപം സെൻറ്ററിൽ, പിന്നെ ദേവിക്കും ഭൂതഗണങ്ങൾക്കും ചെറിയ ക്ഷേത്രങ്ങൾ ബാക്കിലായിട്ടാണ് വാവർക്ക് പള്ളി പണിതിരിക്കുന്നത്. സ്ഥാനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അറിയാലോ അവരുടെ സൗഹൃദത്തിനെ പറ്റിയുള്ള കഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ജാതി മത ഭേദമന്യേ പരസ്പരം സ്നേഹിക്കുക, സന്തോഷത്തിലും ദുഃഖത്തിലും തുണയായിട്ടിരിക്കുക എന്നൊക്കെയുള്ള സന്ദേശമാണ് കേട്ടോ അവരൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കൊക്കെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട്. തൃശ്ശൂർ ജില്ല തന്നെയാണ് കേട്ടോ അയ്യപ്പൻ വിളക്കിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത്. പിന്നെ മലപ്പുറം, പാലക്കാട് തുടങ്ങിയിട്ടുള്ള
പ്രദേശങ്ങളിലും അയ്യപ്പൻ വിളക്ക് കാണാറുണ്ട്. എന്നാലും ഏറ്റവും തനതായ രീതിയിൽ അയ്യപ്പൻ വിളക്ക് നടത്തുന്നത് തൃശ്ശൂരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് തന്നെ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വടക്കുന്നാഥനിലേക്ക് വന്നു. അപ്പോൾ വിളക്ക് എഴുന്നള്ളിച്ച് നമ്മുടെ അവിടേക്ക് വരാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. രാത്രി 9 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ശരത്തേട്ടനും കൂടിയിട്ട് വടക്കുന്നാഥനിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 7:30 കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. കാരണം 8 മണിക്കാണ് തൃപ്പ തൊഴാനായിട്ട് ആളുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം തൊഴാനായിട്ട്. കഴിഞ്ഞ 21 ദിവസമായിട്ട് എൻ്റെ ചേട്ടനും ചേട്ടത്തിയമ്മയൊക്കെ സ്ഥിരമായിട്ട് പോയി തൊഴുത് വരാറുണ്ട് തൃപ്പ. നമുക്ക് എന്തെങ്കിലും നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നേർന്നിട്ട് വന്ന് തൊഴുതാൽ അതിന് ഫലം ഉറപ്പാണ് കേട്ടോ. വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ഏറ്റവും അവസാനത്തെ പൂജയും അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നട അടയ്ക്കും. അങ്ങനെ ഞങ്ങളും തൊഴുത് ഇതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ ശരത്തേട്ടനോട്. അപ്പോൾ ശരത്തേട്ടൻ അത് വീഡിയോയ്ക്ക് മാറ്റി. ഞാനൊന്ന് കണ്ടോ സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എൻ്റെ മുഖത്ത് കുറച്ചുകൂടി തെളിച്ച് നിങ്ങൾക്ക് കാണാനില്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ഇതേ നടന്നു. നമ്മുടെ വിഷമമൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ ഇവർ മലയ്ക്ക് പോകാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ചെരുപ്പ് പുറത്ത് വെച്ചിട്ടുണ്ട്. ചെരുപ്പൊക്കെ വെക്കാനായിട്ട് ഇവിടെ സ്പേസ് ഒരു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ 5 രൂപ കൊടുത്തിട്ട് വെക്കണം. അത് എപ്പോഴാണ് അടയ്ക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മരത്തിൻ്റെ ചോട്ടിലാണ് ചെരുപ്പിട്ടത് കേട്ടോ. പക്ഷേ ഇട്ട സ്ഥാനത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാണാനില്ലായിരുന്നു. പിന്നെ മരത്തിൻ്റെ ബാക്കിലോട്ട് ആരോ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെരുപ്പ് കണ്ടെത്തിയിട്ടോ. എന്തായാലും ആ കൗണ്ടർ തൃപ്പ കഴിയുന്നവരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ദേ തിരിച്ചിറങ്ങുമ്പോഴും അവിടെ ഓപ്പണായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാരി എടുത്ത് വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ശരത്തേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ഫോൺ കൊടുത്തതാണ്. അപ്പോൾ ശരത്തേട്ടൻ അത് വീഡിയോ ആക്കിയിട്ട് മാറ്റി. എന്നാലും സാരില്ല അല്ലേ, സാരിയൊക്കെ എടുത്തിട്ട് നല്ല എന്താ പറയുക, എനിക്ക് നാട്ടിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് നടക്കാനൊക്കെയാണ് ഇഷ്ടം കേട്ടോ. നമ്മളിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള സാരിയുടെ ബ്ലൗസാണ്. അത് മാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഉടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വടക്കുന്നാഥനിലും തൊഴുത് ഞങ്ങളിതേ തിരിച്ച് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ. ഞാൻ കാലത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ വീട്ടിലാണ് ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരെല്ലാം പറയ്ക്കകത്ത് എടുത്ത് വെച്ച് ഇതേ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ പറയ്ക്കകത്തും ഓരോ വെജിറ്റബിൾ, ഫ്രൂട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 5 വീതമാണ് നിരത്തി നമ്മൾ വെക്കുന്നത്. സാരി ഉടുത്തിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. പറയ്ക്കടിയിലൊക്കെ എൻ്റെ സാരിയൊക്കെ കുടുങ്ങുന്നുണ്ടായിരുന്നു. ഞാനിത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അയ്യപ്പൻ വിളക്കൊക്കെ കാണുന്നത്. ഞാനിപ്പം ബാംഗ്ലൂരായ കാരണം കൊണ്ട് നാട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും ഒന്നും പങ്കെടുക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ പറ്റാവുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ ക്ലബ്ബാണ്. ഇത് കാണുന്നവരെല്ലാം എൻ്റെ ആങ്ങളമാരാണ് കേട്ടോ. നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് കളിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പെങ്ങളാണ്, ശരത്തേട്ടൻ അവരെല്ലാവരും അളിയ എന്നാ വിളിക്കുക കേട്ടോ. പെങ്ങളുടെ ഭർത്താവ് അളിയനാണല്ലോ. അപ്പോൾ അവരെ അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു സൗഹൃദവും സ്നേഹവും എന്നൊക്കെ പറയുന്നത് കേട്ടോ. എൻ്റെ പേര് ശ്രുതി എന്നാണെങ്കിലും എന്നെ ഇവിടെ എല്ലാവർക്കും ചിന്നു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ ചേട്ടന്മാരെ പേരൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയണോ? അങ്ങനെ കുറേ പേരുണ്ട്. അല്ലാണ്ട് നാട്ടിൽ കാണുന്ന ചേട്ടന്മാരോടൊന്നും മിണ്ടാണ്ടും പറയാണ്ട് പോകുന്ന അങ്ങനെയല്ല. നമുക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓടി വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടന്മാരുടെ കൂടെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു, എല്ലാം നിരത്തി വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ അവർക്ക് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, എടുത്ത് വെക്കടി എന്ന് പറയും അങ്ങോട്ട്. അപ്പോൾ ഇവരുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരുപാട് പേര് കൂടിയിട്ടുള്ള ക്ലബ്ബാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ, എൻ്റെ ചേട്ടൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ക്ലബ്ബാണ് ശിവ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷനുണ്ട്, ചേട്ടൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ ഇപ്പോൾ ന്യൂ ജെൻ ആയിട്ട് അവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ക്ലബ്ബൊക്കെ വലുതാവുന്നത്. അപ്പോൾ മിറേഷ് ചേട്ടനും സുവിനും പിന്നെ നമ്മുടെ ശ്രീനാഥും രോഹിത്തും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അരിയും ഇതൊക്കെ അരച്ചിട്ട് അതൊന്ന് അണിഞ്ഞു തരുമോ
എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഡിസൈനാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്, അല്ലാണ്ട് എൻ്റെ ഡിസൈനൊന്നല്ല, എനിക്കങ്ങനെ അറിയൂല. അവർ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂ, ഇതുപോലെ ഇടൂ, അങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതുപോലെ വരച്ചു കൊടുത്തതാണ്. അത് വരയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. കൈയിൻ്റെ വിരൽ വെച്ചിട്ടാണ് വരച്ചത്. അത് അണിഞ്ഞത്, അതിനകത്ത് എന്തോ വെണ്ടക്കായും തുളസിയുടെ ഇലയോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. അരി അരച്ചിട്ടുള്ള അതാണ് കേട്ടോ, ആ കൂട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് മുഴുവനൊന്നും വരയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നൊന്നുമില്ല, അവർ ഇച്ചിരിക്കോളം കണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇത്രയും വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നടുക്ക് വലിയ ഡിസൈനൊന്നും വേണ്ട, അങ്ങനെ വെറുതെ വരച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വരയ്ക്കാനായിട്ട് ഈ സാധനം ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങ് ഒപ്പിച്ചെടുത്തു. പിന്നെ ദേ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 51 പറയാൻ മറ്റോ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ദേ തനുക്കുട്ടിയും ജാനിക്കുട്ടിയൊക്കെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുക ആൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വന്ന് നിൽക്കുന്നത്. എന്നാൽ ശരി, തനുക്കുട്ടിയും പിക്കുമൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് സ്കൂളുള്ള സമയമല്ലേ, ഞങ്ങൾ നാട്ടിലൊന്നും വരാത്ത സമയമാണ്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ആവശ്യം വന്നു. പിന്നെ അനിയൻ്റെ കല്യാണമുണ്ട്, ഈ മന്ത് അവസാനമാണ് അവൻ്റെ കല്യാണം. അപ്പോൾ അതും കൂടിയും കൂടിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോവുള്ളൂ. 2 ആഴ്ചത്തെ ഒരു വെക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാമല്ലേ. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അത് കാരണം കൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടേ പറ്റാറില്ല. എന്താണെങ്കിലും അതൊരു അനുഗ്രഹിക്കപ്പെട്ട സമയമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എഴുന്നള്ളിപ്പ് എത്തിയത് കേട്ടോ. ദേ നമ്മുടെ അവിടുത്തെ ചേച്ചിമാർ ആൻറ്റിമാർ ഒക്കെയാണ് ദേ ഈ താലം പിടിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ അമ്മയും കസിൻസും എല്ലാവരും അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ തനുക്കുട്ടി ഉറക്കെ വിളിച്ചതാണ് ആ കേട്ടത് കേട്ടോ. അതാ ബ്ലാക്ക് സെറ്റും മുണ്ട് കൊടുത്തതാണ് എൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ കോർണറിൽ എത്തിയപ്പോഴത്തേക്കും ദേ ഇവിടെയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കോർണറിൽ എത്തുമ്പോഴും പാട്ട് പാടിക്കൊണ്ടാണ് അവർ വരുന്നത്. അതിൻ്റെ കൂടെ മേളമുണ്ട്, പിന്നെ ഈ താലപ്പൊലി ഉണ്ട്. ഇവർ പിന്നെ അങ്ങനെ സ്പീഡിൽ നടക്കുന്നില്ല, പതുക്കെ നടന്ന് ഓരോ കോർണറിലും ഓരോ സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും നിന്ന് അവിടെ പാട്ടൊക്കെ പാടി അങ്ങനെ പതുക്കെ ഒരുപാട് മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ അവർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇവിടെ അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ ക്ഷമ വേണം നമുക്ക് ഇങ്ങനെയൊക്കെ നിന്ന് പോകണമെങ്കിൽ. ഒരു ദേശക്കാർ നടത്തുമ്പോഴാണ് ഒരു മുഴുവൻ വിളക്കായിട്ട് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ നടത്തുകയാണെങ്കിൽ കാൽവിളക്ക്, അരവിളക്ക് എന്നൊക്കെയുള്ള പേരുകളിലാണ് അയ്യപ്പന് ക്ഷേത്രമൊക്കെ പണിത് ഈ വിളക്കിൻ്റെ ചടങ്ങ് നടത്തുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ദേശത്തിൻ്റെ ആയ കാരണം കൊണ്ടാണ് മുഴുവൻ വിളക്കായിട്ട് നടത്തുന്നത്. അതായത് 5 ക്ഷേത്രം പണിയും, അതായത് അയ്യപ്പനും വാവർക്കും ദേവിക്കും അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ നേരത്തെ അമ്പലത്തിൽ കാണിച്ചു തന്നില്ലേ, അതുപോലെ. ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഉടനീളം നടക്കുന്നത്, ക്ഷേത്രത്തിൽ എത്തുന്നത് വരയ്ക്കും. ഇതിൽ അയ്യപ്പൻ്റെ ജനനം മുതൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ വരികളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അതിനിടയ്ക്ക് അച്ഛൻ കണ്ടോ പിക്കുവിനെ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു ചടങ്ങെന്ന് പറയുന്ന അമ്പലത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് തീരുന്നതൊന്നല്ല. അതായത് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി തുടങ്ങുന്ന അയ്യപ്പൻ വിളക്ക് പിറ്റേ ദിവസം പുലർച്ചെ എല്ലാ ആചാരങ്ങളോട് കൂടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അയ്യപ്പൻ വിളക്കിൻ്റെ സംഘം മുന്നോട്ട് നീങ്ങി ബാക്കിൽ ഇങ്ങനെ രഥത്തിൽ അയ്യപ്പനെ വെച്ചിട്ട് വലിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു അയ്യപ്പൻ, നല്ല ഗോൾഡൻ കളറിൽ രൂപത്തിലായിരുന്നു കേട്ടോ അയ്യപ്പനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തേരും വലിച്ച് അവർ മുന്നോട്ട് പോയി. എല്ലാ ചടങ്ങും കഴിഞ്ഞപ്പോഴത്തേക്കും പറയും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ട് ചേട്ടൻ്റെ കൂട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഇനി ഇത് ഇവിടെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് പങ്കുവെച്ച് കൊടുക്കും. ഇത് പറക്കി ഒരു പറക്കി 200-250 രൂപയൊക്കെയാണ് കേട്ടോ നമ്മളൊരു പറ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ പ്രദേശത്തുള്ള നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലേക്കും ഓരോ കിറ്റ് ഇവർ കൊടുക്കും. എല്ലാ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് അതെല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കും. അത് ഈ രാത്രി തന്നെ ചെയ്യും, അല്ലെങ്കിൽ പച്ചക്കറി അല്ലേ കേടായി പോവില്ലേ. ദേ എൻ്റെ ചേട്ടൻ അവിടെ ആ പടവലങ്ങി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വിഷ്ണുവും നമ്മുടെ സൂയിൻചേട്ടനുമാണ് ഇത് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സൂയിൻചേട്ടന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പരാതിയായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് സൂയിൻചേട്ടൻ്റെ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് സൂയിൻചേട്ടൻ, ഞങ്ങളുടെ പാവങ്ങളുടെ നിവിൻ പോളിയാണ് ഇരിക്കുന്നത്. പ്രേമത്തിലെ നിവിൻ പോളിയുടെ ചായ ഉണ്ടെന്ന് ഇപ്പോൾ പറയാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ താടി ഇതുവരെയ്ക്കും വടിച്ചിറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് അടുത്ത തവണ എന്നെ കാണുമ്പോഴേക്കും തലക്കിട്ട് ഒരു കിഴുക്ക് തരുമായിരിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.